साथियों, यहां की करप्ट सरकार के बावजूद बीजेपी सरकार केरला के आप लोगों के विकास के लिए पूरी ताकत से काम कर रही है। अगर मैं आपको सिर्फ पथनमथिट्टा जिले में बीजेपी सरकार के विकास कार्य बताऊंगा तो आप अंदाजा लगा पाएंगे कि हम केरल के लोगों के कल्याण के लिए कितना काम कर रहे हैं। मैं एक जिले का बताता हूं। पथनमथिट्टा में अराउंड 3,50,000 परिवारों को जल जीवन मिशन के तहत नल से जल का कनेक्शन दिया गया है। पथनमथिट्टा में लगभग 5 लाख लोगों को पीएम गरीब कल्याण योजना के तहत मुफ्त राशन मिल रहा है। पथनमथिट्टा में 1,50,000 से ज्यादा किसानों को पीएम किसान सम्मान निधि के 380 करोड़ रुपए दिए गए हैं। पथनमथिट्टा में 1,50,000 से ज्यादा पशुओं का वैक्सीनेशन हुआ है। यहां करीब 12,000 महिलाओं को उज्ज्वला योजना के तहत एलपीजी कनेक्शन दिया गया है। ഇവിടുത്തെ അഴിമതി നിറഞ്ഞ സർക്കാരുകൾ കേരളത്തെ തകർക്കുവാൻ വേണ്ടി ശ്രമിക്കുന്ന അവസരത്തിലോ കേന്ദ്രത്തിലെ ബിജെപി സർക്കാരോ കേരളത്തിന് വേണ്ടി കേരളത്തിന്റെ പുരോഗതിക്ക് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പൂർണ്ണമായിട്ടുള്ള ശക്തി അതിനുവേണ്ടി ഞാൻ ഉപയോഗിക്കുകയാണ്. ഈ പത്തനംതിട്ട ജില്ലയിൽ മാത്രം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളെ പറ്റി നിങ്ങൾ കേൾക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് മനസ്സിലാകും കേന്ദ്ര സർക്കാർ എത്രമാത്രം ജനക്ഷേമ പദ്ധതികളാണ് നടപ്പിലാക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനിപ്പോൾ പറയുന്നത് പത്തനംതിട്ട ജില്ലയുടെ കാര്യം മാത്രമാണ്. ഏതാണ്ട് 3,50,000 കുടുംബങ്ങൾക്ക് ഈ പത്തനംതിട്ട ജില്ലയില് ജൽ ജീവൻ പദ്ധതിയുടെ അടിസ്ഥാനത്തില് ടാപ്പുകൾ ഘടിപ്പിച്ചു കൊടുത്തിരിക്കുന്നു വീടുകളില്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയില് ഏതാണ്ട് 5 ലക്ഷം ജനങ്ങൾക്ക് ഗരീബ് കല്യാൺ പദ്ധതിയുടെ അടിസ്ഥാനത്തില് സൗജന്യമായിട്ടുള്ള റേഷൻ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയില് 1,50,000 കർഷകർക്ക് കിസാൻ സമ്മാൻ നിധിയുടെ അടിസ്ഥാനത്തില് രൂപ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എത്രയാണെന്നറിയണ്ടേ? 380 കോടി രൂപ ഈ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ പത്തനംതിട്ട ജില്ലയില് 1,50,000 വളർത്തുമൃഗങ്ങൾക്ക് വാക്സിനേഷൻ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഈ പത്തനംതിട്ടയില് 12,000 സ്ത്രീകൾക്ക് ഉജ്ജ്വല യോജനയുടെ അടിസ്ഥാനത്തില് എൽപിജി കണക്ഷൻ കൊടുത്തിരിക്കുകയാണ്. केरला के विकास के लिए बीजेपी सरकार के इन प्रयासों के बीच ये भी जरूरी है कि केरला के लोगों की सही भावनाएं केंद्र सरकार तक पहुंचे। अगर यहां बीजेपी के सांसद होंगे तो केरला की भावनाओं को केंद्र सरकार तक पहुंचाने में और केंद्र सरकार की योजनाओं को यहां लागू करने में भी और आसानी होगी। केरला के लोगों को विकास की जिन योजनाओं परियोजनाओं की जरूरत है
वो अपनी बात बीजेपी सांसदों से और बेहतर तरीके से लोग अपनी बात पहुंचा पाएंगे। और मोदी आपकी इच्छा पूर्ति में कोई कमी नहीं रखेगा। ये मोदी की गारंटी है। ये है മോദിയുടെ ഗ്യാരണ്ടി. കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വികസന പ്രവർത്തനങ്ങളോ കേന്ദ്ര സർക്കാർ നടത്തുമ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം കേന്ദ്ര സർക്കാരിൽ എത്തിക്കുന്നതിന് ഇവിടെ നിന്ന് എംപിമാരുണ്ടാകേണ്ടിയിരിക്കുന്നു. ഇവിടെ എംപി തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിലെ ജനങ്ങളുടെ യഥാർത്ഥ വികാരം അവരിലൂടെ കേന്ദ്ര സർക്കാരിലോ എത്തിക്കുവാൻ സാധിക്കും. അതിനാവശ്യമായിട്ടുള്ള പദ്ധതികളോ പരിപാടികളോ അത് നടപ്പിലാക്കാൻ സാധിക്കും. അങ്ങനെ അതിന്റെ ഗുണങ്ങളോ തീർച്ചയായിട്ടും കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് എനിക്ക് പറയുവാനുള്ളത്, കേരളത്തില് നിന്ന് എംപിമാർ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനം ദ്രുതഗതിയിലാകും. മാത്രമല്ല, നിങ്ങളുടെ ആഗ്രഹം അതിനൊരു കുറവും മോഡി വരുത്തില്ല. അത് മോഡിയുടെ ഗ്യാരണ്ടിയാണ്. साथियों, मैं जब भी विदेश जाता हूं, वैश्विक नेताओं से मिलता हूं, तो वो सभी और खासकर गल्फ देशों के नेता, प्रवासी भारतीय और विशेष करके केरला के लोगों के बारे में बहुत बातें करते हैं। मैं भी केरला के परिश्रमी लोगों की खूब तारीफ करता हूं। केरला की ब्रांडिंग जहां जाता हूं वहां करता हूं। मैं विदेशों में लोगों को बताता हूं कि क्यों हमारा केरला इतना खास है। मुझे याद है, भारत ने 2022 में यूएई के साथ ट्रेड एग्रीमेंट किया था। इससे आने वाले वर्षों में सैकड़ों बिलियन डॉलर के कारोबार और निवेश का रास्ता तैयार हुआ। इससे किसका फायदा होगा? इसका लाभ केरला के हमारे उन ऊर्जावान युवाओं को होगा जो बड़ी संख्या में यूएई में रहते हैं। जब 2021 में मेरी वेटिकन में हिज होलीनेस पोप फ्रांसिस से मुलाकात हुई थी, तब भी मैंने केरला का विशेष जिक्र किया था। भारत में हो रही प्रगति के बारे में जानकर भी वो भी बहुत प्रभावित हुए थे। അതുപോലെ തന്നെ വിദേശത്ത് പോകുന്ന അവസരത്തിലോ ഞാൻ അവിടുത്തെ നേതാക്കന്മാരോടോ പ്രവാസി ഭാരതീയരെ പറ്റി സംസാരിക്കാറുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങളെ പറ്റി സംസാരിക്കാറുണ്ട്. അവരെല്ലാം തന്നെ കേരളത്തിലെ ജനങ്ങളെ പറ്റി നല്ല അഭിപ്രായമാണ് പറയാറുള്ളത്. ഞാൻ അവരോട് കേരളത്തിലെ കഠിനാധ്വാനികളായിട്ടുള്ള ജനങ്ങളെ പറ്റി ഞാൻ പറയാറുണ്ട്. കേരളത്തിന്റെ ബ്രാൻഡിങ് എവിടെ ചെന്നാലും ഞാൻ നടത്താറുണ്ട്. അത് കേരളത്തോടുള്ള പ്രത്യേകമായിട്ടുള്ള താല്പര്യം കൊണ്ടാണ്. കാരണം ഈ കേരളം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രിയപ്പെട്ടതാണ്. ഭാരതം 2022 യുഎഇയുമായിട്ട് വ്യാപാര കരാറ് ഒപ്പുവെക്കുകയുണ്ടായി. അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് പറയുന്നത് ശതക്കണക്കിന് കോടി ബില്യൺ ഡോളറിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകും. അതിൻ്റെതായിട്ടുള്ള നേട്ടങ്ങളുണ്ടാകും. ആർക്കാണ് ഇതിന്റെ നേട്ടമുണ്ടാകുക? ആർക്കാണ് ഇതിന്റെ ഗുണമുണ്ടാകുക?
കേരളത്തിൽ നിന്നുള്ള ഊർജസ്വലരായിട്ടുള്ള യുവാക്കള് അവര് UAE-യിലുണ്ട്. അവർക്കായിരിക്കും അതിന്റെ വലിയ ഗുണം കിട്ടാൻ പോകുന്നത്. 2021 ഞാൻ വത്തിക്കാൻ സന്ദർശിച്ച അവസരത്തില് പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പയുമായിട്ട് കാണുകയുണ്ടായി. അപ്പോഴും അദ്ദേഹം സംസാരിച്ച അവസരത്തില് ഞാൻ അദ്ദേഹത്തോട് പറയുകയുണ്ടായി, കേരളത്തിലെ വിശേഷങ്ങള്, സർക്കാരിന്റെ ശ്രമപരമായിട്ട് ഭാരതത്തിലുണ്ടായിട്ടുള്ള വികസനത്തില് അദ്ദേഹം വളരെ തൽപരനായിരുന്നു. साथियों, पिछले 10 वर्षों में हमने देश के हर क्षेत्र, हर वर्ग के लिए जितना ज्यादा काम कर सकते हैं करने का प्रयास किया है। आप जानते हैं, हम युद्ध के बीच फंसी हमारी नर्स बहनों को भारत वापस लेकर आए थे इराक से। हमने संकट पे फंसे हमारे पादरियों को बाहर निकाल करके सुरक्षित वापस लाए थे। कोरोना के समय दुनिया के हर हिस्से से भारतवासियों को स्वदेश पहुंचाया है, क्योंकि जहां एक भी भारतीय परेशानी में होगा वहां उसके साथ हमारी सरकार मजबूती से खड़ी होगी। ये है മോദിയുടെ ഗ്യാരണ്ടി. വർഷകാലമായിട്ട് എല്ലാ ക്ഷേത്രങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. എല്ലാ ജനവിഭാഗങ്ങൾക്ക് വേണ്ടി കഠിനമായിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, യുദ്ധത്തിലോ കുടുങ്ങിയ നേഴ്സുമാരെ എത്ര ശ്രമകരമായിട്ടാണ് തിരിച്ചു കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. അതുപോലെ തന്നെ ദുരിതത്തിൽ വിദേശത്തുപെട്ട വൈദികരെ നമ്മൾ തിരിച്ച് നമ്മുടെ രാജ്യത്തേക്ക് കൊണ്ടുവന്നു. അതുപോലെ തന്നെ കൊറോണയുടെ സമയത്ത് ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഭാരതീയരെ നമ്മൾ രാജ്യത്തേക്ക് തിരിച്ചു കൊണ്ടുവന്നു. എവിടെയാണെങ്കിലും ഭാരതീയർക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അവിടെ ശക്തമായിട്ട് സർക്കാർ ഉണ്ടാകും. അതാണ് മോഡിയുടെ ഉറപ്പ്, മോഡിയുടെ ഗ്യാരണ്ടി. साथियों, अगले कुछ दिनों में ही ईस्टर भी आने वाला है। ये दिन हमें जीसस क्राइस्ट के आदर्शों की याद दिलाता है। मैं आप सभी को ईस्टर की हार्दिक शुभकामनाएं भी देता हूं। हमारे पारसी भाइयों का बड़ा महत्वपूर्ण त्योहार नवरोज का त्योहार भी आने वाला है। रामनवमी और होली भी बिल्कुल पास में है। रमजान का पवित्र महीना चल रहा है और लोकतंत्र का सबसे बड़ा फेस्टिवल भी शुरू होने वाला है। मुझे विश्वास है केरला का बीजेपी के लिए जो स्नेह है इस बार विशाल जन समर्थन में बदलेगा और इस बार पुराने सारे रिकॉर्ड टूटेंगे। एलडीएफ यूडीएफ के विष चक्र से हमारा केरला बाहर निकालेगा और मोदी को केरला की सबसे ज्यादा सेवा करने का मौका देगा। मैं आपसे वादा करता हूं कि मोदी केरला के विकास के लिए कोई कोर कसर नहीं छोड़ेगा। ഏതാനും ദിവസത്തിനുള്ളിൽ പവിത്രമായിട്ടുള്ള ഈസ്റ്റർ വരികയാണ്. ആ ഈസ്റ്റർ ദിനത്തിലോ യേശുക്രിസ്തുവിന്റെ വചനങ്ങളും ആശയങ്ങളും നമ്മൾ ഒരുപടിക്കുണ്ടായി. തീർച്ചയായിട്ടും
ഈ അവസരത്തിലോ ഞാൻ എല്ലാവർക്കും ഈസ്റ്ററിന്റെ ആശംസകൾ നേരുകയാണ്. അതുപോലെ തന്നെ ഈ പാർസി വിഭാഗം ജനങ്ങള് നവരോജോത്സവം നടത്തുകയാണ്. പവിത്രമായിട്ടുള്ള രാമനവമി വരികയാണ്. ഹോളി അടുത്തു വരുന്നു. റംസാൻ നോയമ്പ് തുടങ്ങിയിരിക്കുന്നു. ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ ഉത്സവമായിട്ടുള്ള ഇലക്ഷനും വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് ഈ അവസരത്തില് ജനാധിപത്യത്തിന്റെ വിജയത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. തീർച്ചയായിട്ടും ഈ സ്നേഹം, ബിജെപിയുടെ നേരെയുള്ള സ്നേഹം, അത് വലിയ രീതിയിലുള്ള ജനസമ്മതിയായിട്ട് മാറണമെന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. LDFന്റെയും UDFന്റെയും ഈ ആവർത്തന വിരസതയുടെ ഈ ചക്രത്തിൽ നിന്ന് നമ്മൾ മുക്തരാകേണ്ടിയിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുവാൻ ആഗ്രഹിക്കുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വിട്ടുവീഴ്ചയ്ക്കും മോഡി തയ്യാറല്ല എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിന് വേണ്ടി കൂടുതൽ സേവനം ചെയ്യുവാൻ എന്നെ അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. मेरे साथ बोलिए, भारत माता की, भारत माता की, भारत माता की। बहुत बहुत धन्यवाद। തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പത്തനംതിട്ടയിലെത്തി. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിയുടെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നടത്തിയ പ്രസംഗമാണ് പ്രേക്ഷകർ കേട്ടത്. ഇടത് വലത് മുന്നണികളെ നിശിതമായി വിമർശിച്ചുകൊണ്ടുള്ള പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രിയുടേത്. കേരളത്തിൽ ഇത്തവണ താമര വിരിയും എന്ന ശുഭാപ്തി വിശ്വാസമാണ് പ്രധാനമന്ത്രി പ്രസംഗത്തിലുടനീളം പങ്കുവച്ചത്. കേരളത്തിൽ മാറി മാറി വരുന്ന ഇടത് വലത് സർക്കാരുകൾ അഴിമതിയുടെ കേന്ദ്രമാണ്. LDFും UDFും വികസന വിരോധികളാണ്. വികസനത്തെ അവർ തടസ്സപ്പെടുത്തുന്നു. ക്രിസ്ത്യൻ പുരോഹിതർ പോലും ആക്രമണത്തിന് വിധേയരാകുന്നു തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമന്ത്രി പറഞ്ഞത്.